ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശമാണെന്നുണ്ടെങ്കിൽ നയനയെ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെവിടെ പോയി എന്നറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് ജാനകി വരുന്നുണ്ട്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, ആദർശം നീ ആരെയാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നയനയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണമെന്നത് ഞാൻ അന്വേഷിക്കാനായിട്ട് ഞാൻ നയനെ തന്നെ നോക്കി നിൽക്കുന്നതാണെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവിടെ വന്ന് നിൽക്കുന്നത് ജാനകിയാണ്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, എന്താ ആദർശം ഇപ്പോൾ നയനനെ അന്വേഷിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു തലവേദന അവളുടെ അടുത്ത് ഒന്ന് കാപ്പിയിട്ട് തരാനായിട്ട് പറയാനാണെന്ന് പറയാണ്. അപ്പോൾ അതിനെന്താ, നീ അടുക്കളയിലേക്ക് വായോ, ഞാനിട്ട് തരാലോ ചായ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട വേണ്ട ചെറിയമ്മേ, ഞാൻ അവളെ കൊണ്ട് ഇടിയിച്ചോണ്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് പറയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ശരിക്ക് പറ, നിനക്കിപ്പോൾ നയനെ വേണോ അതോ കാപ്പി വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, എനിക്കൊന്ന് നയനനെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുകയാണ്, നയനയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ റൂമിലേക്ക് പോയല്ലോ അത്യാവശ്യമായിട്ടെന്ന് പറയാണ്. അയ്യോ, അവൾ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയോ എന്ന് ചോദിക്കുകയെന്ന് വലിയ സൗണ്ടിൽ. അപ്പോൾ നീ എന്തിനാ ഇത്ര പേടിക്കുന്നത്, അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയതല്ലേ ഉള്ളൂ, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. ഏയ് അതൊന്നുമില്ല ചെറിയമ്മേ, എനിക്കിപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വേഗം തന്നെ നയനയുടെ അന്വേഷിച്ചുകൊണ്ട് മുത്തശ്ശൻ്റെ റൂമിൽ അവിടേക്ക് വരികയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോഴും മുത്തശ്ശൻ്റെ അടുത്ത് നയന നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ആകെ പേടിച്ചുകൊണ്ടാണ് അകത്തോട്ട് കയറി വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കാനായി നിൽക്കണ്ട, അവൾ വായെടുത്താൽ നുണ പറയത്തുള്ളൂ, അതുകൊണ്ട് അവൾ പറയുന്നത് മാത്രം മുത്തശ്ശൻ വിശ്വസിക്കരുതെന്ന് പറയുകയാണ്. ആ സമയം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നത്? അതാ പറയുന്നത് മുത്തശ്ശ, ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, ഞാൻ പറയാനുള്ളത് എന്താണെന്നും കൂടി മുത്തശ്ശൻ കേൾക്കണമെന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശ ആദർശേട്ടനായാലും നുണയെ പറയത്തുള്ളൂ, അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ എന്ന് പറയാണ്. അപ്പം ആദർശ് പിന്നെയും പറയുന്നുണ്ട്, മുത്തശ്ശ ഇവൾ പറയുന്നതൊന്നും സത്യമല്ല, എന്താണ് ശരിക്കുള്ള സംഭവം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം മുത്തശ്ശ എന്ന് പറയാണ്. അപ്പോൾ ആദർശിനടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാൽ നീ പറ എന്താ സംഭവം എന്നുള്ളതെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ പറയാം മുത്തശ്ശ, ആദർശേട്ടൻ എന്തായാലും നുണയെന്നെ പറയത്തുള്ളൂ, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് നയന പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദർശ് അവളെ ചെവിയിൽ പറയുന്നുണ്ട്, നയനെ നീ അത് പറയരുതിട്ട് മുത്തശ്ശൻ്റെ അടുത്ത്, സത്യമായിട്ടും നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഈ കാര്യം മുത്തശ്ശൻ്റെ അടുത്ത് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ചീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതില്ലേ മുത്തശ്ശ, ആദർശേട്ടനില്ലേ എന്ന് പറയുമ്പോഴേക്കും ആദർശ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പം നയന സത്യം മുഴുവൻ ഇനി പറയൂ, പിണങ്ങിയ കാര്യം ദേഷ്യപ്പെട്ട കാര്യമൊക്കെ എന്ന് വെച്ചിട്ട് പേടിച്ച് നിൽക്കുകയാണ് ആദർശ്. നയനയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരം ആദർശിനെ മുത്തശ്ശൻ്റെ മുമ്പിലിട്ടിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ആദർശിനെ ഒന്ന് ടെൻഷൻ അടുപ്പിച്ചിട്ട് നയന പറയുന്നുണ്ട്, അതിൽ മുത്തശ്ശ അനാമിക വന്നപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ മനഃപൂർവ്വമാണ് ആദർശേട്ടൻ ഉപ്പിട്ടത്, അതുകൊണ്ടല്ലേ ആർക്കും കഴിക്കാനായിട്ട് പറ്റാതായതെന്ന് പറയുകയാണ്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ഒന്നല്ല മുത്തശ്ശ അങ്ങനെ ചെയ്തത്, അവിടെ ചെന്നിട്ട് ഇവളോട് സംസാരിച്ചു കൊണ്ട് അവിടെ സഹായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് പോയതാന്ന് പറയാണ്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവളെ കണ്ടു കഴിയുമ്പോൾ നീ ചുറ്റുള്ളതൊക്കെ മറന്നു തുടങ്ങിയില്ലേ, പഞ്ചസാര ഉപ്പും വരെ തിരിച്ചറിയാൻ പറ്റാതെ അത്രയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് പ്രണയിച്ചൊക്കെ തുടങ്ങിയില്ലേ, കൊള്ളാം കൊള്ളാം എന്ന് പറയാണ് മുത്തശ്ശൻ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, രണ്ടിനും ഒരേ കളറല്ലേ മുത്തശ്ശ, അതുകൊണ്ട് പെട്ടെന്ന് സംസാരത്തിൻ്റെ ഇടയിൽ അത് മാറിപ്പോയതാണ്, അല്ലാതെ ഞാൻ ആ പായസം കൊളാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ മുന്നിൽ നിന്നും ആദർശ് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ആദർശിനെ ഒന്ന് ഇട്ട് റോസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ നയന മുത്തശ്ശൻ്റെ മുമ്പിലിട്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മുത്തശ്ശൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവിടേക്ക് നയന വന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് മുത്തശ്ശനോടൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്തിനാ മോളെ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇങ്ങനെ മുഖവരൊക്കെ, എന്താ കാര്യം എന്നുണ്ടെങ്കിൽ കാര്യം പറഞ്ഞോളാനായിട്ട് മുത്തശ്ശൻ പറയുകയാണ്. അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ളത് ആദർശേട്ടനെ പറ്റിയിട്ടാണ്. ആദർശേട്ടൻ ചില സമയങ്ങളിൽ പെരുമാറുന്നത് കണ്ടാൽ എന്തോ പറ്റിയ പോലെയാണ് തോന്നുന്നത്, ചില സമയത്ത് വളരെ ദേഷ്യത്തിലും ചില സമയത്ത് വളരെ സ്നേഹത്തിലൊക്കെയാണ് മാറുന്നത്, എപ്പോഴാണ് പെരുമാറുന്നത്, എപ്പോഴാണ് സ്വഭാവം മാറണമെന്ന് ഒന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല, എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയുള്ള ഒരാളോടൊപ്പം ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, എപ്പോഴാണ് സന്തോഷം വരെ, എപ്പോഴാണ് സ്നേഹത്തിൽ പെരുമാറുക, എപ്പോഴാണ് ദേഷ്യപ്പെടാമെന്നൊന്നും അറിയാതെ ഞാനെങ്ങനെ ജീവിക്കാനാണെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മാറി നിന്നുകൊണ്ട് ആദർശ് കേൾക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായി,
ഞാൻ മരിക്കുന്നവരെ നിൻ്റെ കൂടെ സ്നേഹത്തിൽ ജീവിക്കുന്നത് കാണിക്കാനും അത് കഴിഞ്ഞ് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വീട്ടിലേക്ക് ഉപേക്ഷിക്കാനാണ് അവൻ്റെ പദ്ധതി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നെ പൊട്ടാൻ കളിപ്പിക്കുകയാണല്ലേ ആദർശ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ ഇങ്ങനെ മരണത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത്, ആര് മരിക്കുന്ന കാര്യം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആദർശ് വരികയാണ്. എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ പറയുന്നുണ്ട്, ആദർശേട്ടാ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരിക്കുക മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ എന്ന്. അപ്പോൾ ആര് മരിക്കുന്നത്, ഒരാളും മരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ നീ ഇത്രയും നാളും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, നീ എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നല്ലേ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിനക്ക് അവളെ ഉപേക്ഷിച്ച് അവളെ വീട്ടിൽ കൊണ്ടാക്കാനല്ലേ നിൻ്റെ പദ്ധതി എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ, അല്ല മുത്തശ്ശ അങ്ങനെയൊന്നല്ല മുത്തശ്ശ എന്ന് പറയുകയാണ്. പക്ഷേ ആദർശാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്വപ്നം കണ്ടതായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങനെ കിടക്കയിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അങ്ങനെ ഞെട്ടി എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളൊരു കാര്യം. അങ്ങനെ ആദർശിന് ഉറങ്ങാൻ പറ്റാണ്ടായിട്ട് ആദർശ് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് മൊബൈലിലൊരു ആസനം കാണുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ കുറച്ച് കൂളാവും. അതേപോലെ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് വളരെയധികം സ്നേഹമാവും. ഇപ്പോൾ നിങ്ങൾക്ക് വെറുപ്പായി തോന്നിയിരിക്കുന്ന ഒരു സ്ത്രീ രൂപമാണെന്നുണ്ടെങ്കിൽ അവളെ മാറിയിട്ട് നല്ല മനോഹരിയായിട്ടുള്ളൊരു പെണ്ണായിട്ട് തോന്നുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആസനം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ ഇരുന്നിട്ട് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ബെഡിലിരുന്നു കൊണ്ട് തന്നെ ആസനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറകിലോട്ട് രണ്ട് കൈയും നമസ്കരിക്കുന്ന രീതിയിലാണ് ആസനത്തിൽ കാണിക്കുന്നത്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് എങ്ങനെയൊക്കെയോ കൈ ബാക്കിലേക്ക് ആക്കിയിരുന്നു. പക്ഷേ ആദർശിന് പിന്നീട് കൈ ഇങ്ങോട്ട് മുന്നിലോട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൻ ഓളിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നയന വരുന്നത്. അപ്പോൾ നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇങ്ങനെ കിടന്ന് ഓളിടുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ഞാനേ അറിയാതെ ഒരു ആസനം ചെയ്യാനായിട്ട് കൈ ബാക്കിലൊക്കെ എടുത്തു, പക്ഷേ എനിക്കിതിപ്പോൾ ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയണം. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്ത് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ വല്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ കൈ ഒന്ന് നേരെയാക്കി തരാൻ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നോട് ഒരു വട്ടം സോറി പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റില്ല എന്നോട് സോറി പറയാമെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോളാനായിട്ട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, സോറി 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 സോറി, നീ ഒന്ന് എത്ര പെട്ടെന്ന് എൻ്റെ കൈ ഒന്ന് നേരാക്കിയിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നത്, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളുടെ കാര്യം നടക്കാനായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയണം. എനിക്ക് ഇത്രയും സോറി ഇടൊന്നും ആവശ്യമില്ല, ഒരു സോറിയുടെ ആവശ്യമുള്ളൂ എന്ന് പറയണം. അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ ആദർശിൻ്റെ കൈ നേരാക്കി കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കൈ വിടിയിച്ചിട്ട് മുമ്പിലേക്ക് വരുമ്പോഴാണ് മൊബൈലിലെ ബാക്കി ആസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി നിങ്ങൾ പൂർവ്വ സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും നല്ല ഒരു ആശ്വാസം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ ഒരു ദുഷ്ടയായി കാണുന്ന നിങ്ങളുടെ സ്ത്രീയെ ആ മനോഹരിയായിട്ട് കാണുമെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് നയന നിൽക്കുന്നത്. അപ്പം നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഓ അപ്പം നിങ്ങൾ ഇതിനായിരുന്നല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയണം, നിങ്ങളെ ഇനി ഇത് തന്നെ ചെയ്തോ, തുടർന്നുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് നയന ദേഷ്യപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാരിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.